ഞങ്ങളുണ്ട് മറ്റേ ഒറ്റ സീറ്റുള്ള ബുള്ളറ്റിലൊക്കെ രണ്ടുപേരായിട്ടൊക്കെ ഇരുന്നു. ആ സമയത്ത് ഞാൻ ബ്രേക്കപ്പ് ആയിരിക്കുന്നു. അപ്പൊ എന്റെ 2 സീറ്റിലൊരു സീറ്റ് ഞാൻ കളഞ്ഞെടുത്തു. അർജുൻ റെഡ്ഡി മോഡ് അല്ല, റിലേഷൻഷിപ്പ് പൊളിഞ്ഞ് അസാധ്യ ഒരു കൂടെ അഭിനയിച്ച എല്ലാവർക്കും ഹക്കീമിനെ പറ്റി ഗംഭീര അഭിപ്രായം. ഹക്കീമിനെ ഞാൻ വെറുതെ അല്ല, ഞാൻ ആ ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാ ഈ പറഞ്ഞ മലയാള സിനിമയ്ക്ക് ഇപ്പൊ മീനാക്ഷി ഒഴിച്ചുകൂടാൻ പറ്റില്ല എന്നുള്ളൊരു കോഴിക്കട അല്ല, അങ്ങനല്ല. പിന്നെ അശോകനും കടകത്തിൽ ഒഴിവ്, പിന്നെ അശോകനും. നമ്മൾ ഒരുപാട് അടിപ്പടങ്ങളൊക്കെ മലയാളത്തിൽ വന്നിട്ടുണ്ട്. അടിയോ? അടിപ്പടങ്ങൾ നല്ല അടിയാണ്, നല്ല നാടൻ അടിയാണ് ആദ്യം, പിന്നെ വേറെ തരത്തിലുള്ള അടി, പിന്നെ അവസാനം കുറച്ച് മാസ് അടി. ആക്ച്വലി ഞങ്ങൾ കോളേജ് വെച്ചിട്ട് 2 സ്ഥലത്ത് അടി ഉണ്ടായി. ഈ പാട്ടിട്ട് കഴിഞ്ഞ പുറകിൽ പിള്ളേർ അടി, പൂര അടി. ഹായ്, ഹലോ, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഞാൻ സ്നേഹ. കടകൻ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ഇന്ന് എന്നോടൊപ്പം ഉള്ളത് സോന, ഹക്കീം, ഷാജഹാൻ ആൻഡ് മീനാക്ഷി. വെൽക്കം. മൂന്ന് അഡാർ എന്താ പറഞ്ഞ ആളുകളാണ് എന്റെ കൂടെ ഉള്ളത്. അഡാർ ഐറ്റങ്ങൾ എന്റെ കൂടെ ഉണ്ട്. എന്താകുമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. നമുക്ക് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. ഹക്കീം ചേട്ടാ, കടകൻ എന്നുള്ളൊരു പേര് ഇപ്പൊ എല്ലാ മലയാള സിനിമയ്ക്കും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. പേര് എല്ലാം ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. കടകൻ, കഴിഞ്ഞ ദിവസം തന്നെ അന്ധകാര എന്ന് പറഞ്ഞൊരു മൂവി, ഇപ്പൊ പല ഡിഫറെന്റ് ടൈപ്പ് ഓഫ് നെയിംസ് ആണ് വരുന്നത്. അപ്പൊ ഈ ശരിക്കും ഈ കടകൻ എന്നുള്ളൊരു പേരുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? കടകൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മുടെ കളരിയിലുള്ളൊരു അടവാണ്. കടകം, പൂഴിക്കടകം, മറുകടകം. നമ്മൾ മറ്റേ യോധയിലൊക്കെ കേട്ടിട്ടില്ല എന്തായാലും? ഓതിരം, കടകം, പവിഴത്തിൽ, പൂഴിക്കടകം അല്ല, അങ്ങനല്ല. പിന്നെ അശോകനും കടകത്തിൽ ഒഴിവ്, പിന്നെ അശോകനും അല്ല. അപ്പൊ പറഞ്ഞ പോലെ കളറിലുള്ള അടവാണ്. അപ്പൊ ഈ അടവ് ഉപയോഗിക്കുന്ന ആൾ ആരാണോ അയാളാണ് കടകൻ. സോ ബേസിക്കലി സിനിമയിൽ ഈ കളരിയായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതൊന്നും നാടൻ അടി പരിപാടിയാണ്. പക്ഷെ ഇതിനകത്ത് ഈ കഥാപാത്രം ഏതറ്റം വരെ പോകും അയാളുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ എന്നുള്ളൊരു രീതി, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളൊരു കഥാപാത്രവും ആ സിനിമയ്ക്ക് ഒരു ആറ്റിറ്റ്യൂഡുണ്ട്. സിനിമ ബേസിക്കലി ഫാമിലി ഒരു എന്റർടൈനറാണ്. അടിയുണ്ട്, ഫാമിലി ഉണ്ട്, ഡ്രാമയുണ്ട്, ഇമോഷൻസ് ഉണ്ട്, സ്റ്റൈലുണ്ട്. എല്ലാം കൂടി അണങ്ങിയ ഒരു കൊമേഴ്ഷ്യൽ സിനിമയ്ക്ക് വേണ്ട എല്ലാത്തരം ചേരുവകളും ചാലിച്ച് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു സിനിമയാണ്. എല്ലാം പാകത്തിന് ചേർത്തിട്ടുണ്ട്, ഉണ്ടാക്കിയെടുത്തൊരു പാടമാണ്. പക്ഷെ നമ്മൾ ഇതിനായിട്ടും ഞാനിങ്ങനെ ഇന്നലെ ഇന്റർവ്യൂ ആണെന്നോട്ട് ഞാൻ കുറേ തപ്പി, പക്ഷെ ട്രെയിലർ ഒന്നും കാണാൻ പറ്റിയില്ല. ട്രെയിലർ ഇറക്കിയിട്ടില്ല. ട്രെയിലർ ഞങ്ങൾ 21-നായിരിക്കും ഇറക്കുക എന്നുള്ളതാണ് ഏകദേശം ഒരു ധാരണ. ഇപ്പോൾ പടം മാർച്ച് 1 റിലീസ് ആവുന്നുണ്ട്. അപ്പോൾ അതെ, മാർച്ച് 1 വേഫെയറാണ് ഡിസ്ട്രിബ്യൂഷൻ. വേഫെയർ അങ്ങനെയൊന്നും പടങ്ങൾ എടുക്കാറില്ല എന്നറിയാലോ. അപ്പൊ എന്തോ ഒരു സാധനം അതിനകത്തുണ്ട്. അപ്പൊ വേഫെയർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അതൊക്കെയാണ് ഇതിന്റെ വിശേഷങ്ങൾ. ഓക്കെ. അപ്പൊ മീനാക്ഷിന്റെയും സോനയും നമ്മുടെ ഇതിനകത്ത് 2 നായികമാരുണ്ട്. ഇതില് നായികയല്ല അല്ലല്ല. ഓക്കെ. അപ്പൊ മീനാക്ഷിയുടെ നമ്മുടെ ക്യാരക്ടറിനെ പറ്റി ആ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. പറയൂ. ഞാൻ നായികയല്ല, സോനയാണ് നായിക. ഞാനതിനകത്ത് ചെറിയൊരു ക്യാരക്ടറാണ്. ഞാൻ പരിസരത്തോടെ മീനാക്ഷി ഇല്ലാതെ ഇപ്പൊ മലയാള സിനിമ ഇല്ല എന്നാണ് പറയപ്പെടുന്നത്. മീനാക്ഷിയുടെ ക്യാരക്ടറിനെ പറ്റി ഒന്ന് പറയാം. എന്റെ ക്യാരക്ടറിനകത്ത് വളരെ ചെറിയൊരു ക്യാരക്ടറാണ്. ഞാൻ പിന്നെ കോളേജിലുള്ള ഒരു പാർട്ടിയുടെ നേതാവാണ്. സോ അതുമായിട്ട് അപ്പം ഹക്കീമിന്റെ കൂടെ എന്നല്ല, ഹക്കീമിന്റെ സുഹൃത്താണ് ഞാനിതിൽ. ഹക്കീമിന്റെ കോളേജ് ടൈമിൽ ഹക്കീമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ ഹക്കീം ചേട്ടന് നായികയോട് നമുക്ക് ചോദിക്കാം. സോന, പറയൂ, കഥാപാത്രത്തെ പറ്റി പറയൂ. ലക്ഷ്മി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. മണികണ്ഠൻ ചേട്ടന്റെ സിസ്റ്ററായിട്ട് നായകനെ അഡ്വൈസ് കൊടുക്കുന്ന ഒരു കൈൻഡ് ഓഫ് ക്യാരക്ടർ. പക്ഷെ നായകൻ അഡ്വൈസ് എടുക്കൂല. മച്യൂർ ആയിട്ട് അഡ്വൈസ് കൊടുക്കുന്ന ഒരു ക്യാരക്ടർ. അത് എത്രമാത്രം അക്സെപ്റ്റ് ചെയ്യുമെന്ന് നിങ്ങൾ മൂവി കാണുമ്പോൾ മാത്രമേ അറിയത്തുള്ളൂ. നമ്മൾ ഒരുപാട് അടിപ്പടങ്ങളൊക്കെ മലയാളത്തിൽ വന്നിട്ടുണ്ട്. അടിപ്പടങ്ങൾ അടിപ്പടങ്ങൾ. അപ്പോൾ മറ്റേ ഫൈറ്റ്, സ്റ്റണ്ടൊക്കെ ഒരുപാട് പടങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം ഇതിനെ എന്താണ് വ്യത്യസ്തമാക്കുന്നത്? ഇതിൽ 3 ഫൈറ്റ് മാസ്റ്റേഴ്സ് ആണ് ഫൈറ്റ് കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്. നല്ല അടിയാണ്, നല്ല നാടൻ അടിയാണ് ആദ്യം. പിന്നെ
വേറെ തരത്തിലുള്ള അടി, പിന്നെ അവസാനമാകുമ്പോൾ കുറച്ച് മാസ് അടി. ഇതിന്റെ കൊറിയോഗ്രാഫിയും അതിന്റെ മ്യൂസിക്കും അതിന്റെ എഡിറ്റിങ് ഷമീറാണ് എഡിറ്റ്, മ്യൂസിക് ഗോപിച്ചേട്ടനാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവരുടെ ഒരു കോംബോ എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ളൊരു കോംബോയാണ്. അപ്പോൾ ഷമീറിന്റെ അടി, ഐ മീൻ സ്റ്റണ്ട് സീക്വൻസിലൊക്കെ ഉള്ള പുള്ളിയുടെ എഡിറ്റിന്റെ പ്രത്യേകത നമുക്കറിയാലോ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള വിഷ്വലി തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയായിരിക്കും കടകൻ. തിയേറ്ററിൽ കാണാൻ പറ്റിയൊരു, അതെ അതെ, DOP ജസീം നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഒരുപാട് പുതിയ ആളുകളെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കൂട്ടുകാരനായിട്ട് സഭയുണ്ട്, പിന്നെ ഫായിസ് ഉണ്ട്. ഫായിസ് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര രസമായിട്ട് വരുന്നുണ്ട്. അതല്ല, ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട് പടം. വളരെ എന്താ പറയാ, ഇപ്പൊ നമ്മൾ ഈ ഫസ്റ്റ് നമ്മൾ സോങ് ഇറങ്ങിയപ്പോൾ ചവിട്ടും കുത്തും സോങ് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അത് ഫുൾ ആക്ച്വലി ഫൈറ്റ് ആണ്. പക്ഷെ ആ തിയേറ്റർ എക്സ്പീരിയൻസ് മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോങ് മാക്സിമം കാണിച്ചത്. പക്ഷെ പടത്തിൽ മുഴുവൻ ഫൈറ്റാണത്. അപ്പോൾ നമ്മൾ ഈ സോങ് കേൾക്കുമ്പോൾ നമുക്ക് ഫോണിൽ കേൾക്കുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സാധാ എയർപോർട്ടിൽ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പല ട്രാക്കും മിക്സിങ് ആണ്. തിയേറ്ററിലാണ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു എന്താ പറയാ, ആ ഒരു അഡ്രിനാലിൻ നമുക്ക് കാണാൻ പറ്റുന്നില്ല, ഫീൽ ചെയ്യാൻ, റഷ് ഫീൽ ചെയ്യാൻ പറ്റിയ തിയേറ്റർ എക്സ്പീരിയൻസ്. നമ്മള് കോളേജ് വിസിറ്റ്സിന് പോകുമ്പോ ഈ പാട്ടിട്ടായിരുന്നു. അപ്പൊ അത് നല്ല സ്പീക്കേഴ്സിൽ കേൾക്കുമ്പോ തന്നെ ഒരു അത് ഇടുമ്പോ അടി ഉണ്ടാക്കുമ്പോ. ആക്ച്വലി ഞങ്ങൾ കോളേജ് വിസിറ്റിൽ 2 സ്ഥലത്ത് അടി ഉണ്ടായി. ഈ പാട്ടിട്ട് കഴിഞ്ഞ പുറകിൽ പിള്ളേർ അടി, പൂര അടി. അല്ല, എപ്പോഴെങ്കിലും നമ്മളിങ്ങനെ ചിന്തിച്ചിട്ടില്ലേ ഇതൊക്കെ കണ്ടിട്ട് പിള്ളേർ അനുകരിച്ച് തുടങ്ങും ഈ അടിയെല്ലാം കൂടെ? അങ്ങനൊന്നും ഇല്ല. ഇപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ പറയുവാണെങ്കിൽ അശോകൻ ചേട്ടനും ഒരു പ്രധാന കഥാപാത്രമായിട്ടുണ്ട്. ഹക്കീം ചേട്ടന്റെ വാപ്പായിട്ട്. അപ്പൊ നിങ്ങൾ തമ്മിലുള്ള ഒരു കോംബോ എങ്ങനെയായിരുന്നു? കാരണം അശോകൻ ചേട്ടൻ അപ്പോൾ നമ്മൾ സെറ്റിലേക്ക് ആദ്യം വന്ന സമയത്ത് തന്നെ എന്നെ അർജുൻ വിളിച്ചിരുന്നു. അർജുൻ വിളിച്ചിട്ട് പറഞ്ഞു, ഹക്കീംക്ക ഇങ്ങനെ അച്ഛനോട് എത്തിയിട്ടുണ്ട്, എന്തായി എന്നൊക്കെ. അപ്പോഴേ അറിയണേ എത്തിയോ എന്ന് ഞാൻ അറിയണം. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓടി താഴ്ത്തി വന്നു. അപ്പോൾ അശോകൻ ചേട്ടൻ എത്തിയിട്ടുണ്ടായി. അപ്പം പുള്ളി ഇതുവരെ ചെയ്യാത്തൊരു കഥാപാത്രമാണ്. ഇപ്പം ഏകദേശം 35 വർഷത്തോളമായി, 300-ഓളം സിനിമകൾ ചെയ്തു. ഇതുവരെ ചെയ്യാത്തൊരു കഥാപാത്രമാണ് അശോകൻ ചേട്ടൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് എന്താ പറയാ, ആ ഒരു റെസ്പെക്റ്റും ആ ഒരു സാധനമുള്ള അത്ര മിങ്കിൾ ചെയ്യാൻ ഫസ്റ്റ് ഡേ തന്നെ പറ്റിയിട്ടുണ്ടായില്ല. പക്ഷെ അശോകൻ ചേട്ടൻ മനസ്സിലാക്കിയിട്ട് പുള്ളി വന്നിരുന്ന് കഥകളൊക്കെ പറഞ്ഞ് സംസാരിച്ച് എല്ലാം ഓക്കെ. പിന്നെ എനിക്ക് കിട്ടിയ ഒരു വൈബ് എന്ന് പറഞ്ഞ ഒരു അച്ഛൻ മകൻ റിലേഷൻഷിപ്പാണ് അശോകൻ ചേട്ടൻ എനിക്ക് കിട്ടിയത്. കാരണം സിനിമയിൽ ഓൺ സ്ക്രീൻ ആണല്ലോ ഓഫ് സ്ക്രീൻ ആണല്ലോ ആ ഒരു കൈൻഡ് ഓഫ് വൈബായിരുന്നു പുള്ളി. ഇത് ഇറങ്ങി കഴിഞ്ഞ് ഐ മീൻ സിനിമ ഷൂട്ട് കഴിഞ്ഞാലും പറയുന്ന കാര്യങ്ങൾ, ഇത്രയും നാളത്തെ എക്സ്പീരിയൻസും കഥകളും പറ്റിയിട്ടുള്ള കഥകളും, അങ്ങനെ പുള്ളിയുടെ യാത്രയുടെ കഥകളും പറയുക. അത് നീ അങ്ങനെ, നിനക്ക് അങ്ങനെ സംഭവിച്ചാൽ നീ അങ്ങനെ ചെയ്യരുത് കേട്ടോ എന്ന് പറഞ്ഞു തരും. അപ്പോൾ അത് ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് അങ്ങനെയൊക്കെ പറഞ്ഞു തരിക എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു കാര്യമല്ലേ. അപ്പോൾ എനിക്കത് വളരെ വളരെ നന്നായിട്ട് തന്നെ എനിക്ക് തോന്നിയത്. അങ്ങനെ പറഞ്ഞു തന്നതിൽ ഏറ്റവും മനസ്സിൽ തട്ടൊരു കാര്യം അല്ലെങ്കിൽ ഒരു ഉപദേശം എന്താണ്? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ലോ. വേറെ വിത്ത് എക്സാമ്പിൾസ് ആണ് പറഞ്ഞത്. എന്നാലും ഒരു ജനറലി പറയുവാണെങ്കിൽ അത് എന്നോട് മാത്രം പറഞ്ഞത് പറയില്ല. നിങ്ങൾക്ക് രണ്ടും കോംബോ ഉണ്ടായിരുന്നു അശോകൻ ചേട്ടനായിട്ടൊക്കെ? ഇല്ല, എനിക്ക് സോനയ്ക്ക് ഉണ്ടായിരുന്നു. അത് അങ്ങനെ ഡയലോഗ്സ് കുറവാ, എന്നാലും കോംബോ ഉണ്ടായിരുന്നു. ജാഫർക്ക ഉണ്ട് പടത്തില്, ജാഫർക്ക ഉണ്ട്. പിന്നെ രഞ്ജിത്ത് മറ്റേ ചേച്ചി, പിന്നെ മറ്റേ രഞ്ജിത്താനെ മനസ്സിലായോ? നമ്മുടെ ഈ പടത്തിലൊക്കെ ഉള്ള അപ്പൊ വില്ലൻ ഞാൻ തന്നെ എന്ന് പറയുന്ന സിനിമ രാജമാണിക്യത്തില് മനസ്സിലായില്ലേ? തമിഴ് പുള്ളിയാണ് ഇതിനകത്ത് വില്ലനായിട്ട് വരുന്നത്. അപ്പൊ എല്ലാവരും ഭയങ്കര രസമായിട്ടാണ് എന്താ അഭിനയിച്ചതും. ഭയങ്കര ആ ഒരു കൊളാബറേഷൻ ഭയങ്കര രസമാണ്. ആളുകളുടെ അങ്ങോട്ടൊരു ഗിവ് ആൻഡ് ടേക്ക് ആണല്ലോ ഒരു ഇതെന്ന് പറയുന്നത്. ഇത് ഒരാളുടെ മാത്രം ജോലിയല്ല, എല്ലാവരും കൂടി, ഈവൻ ലൈറ്റ് തൊട്ട് ഫ്രണ്ടിലും ബാക്കിലും നിൽക്കുന്ന ആൾക്കാരുടെ കളക്റ്റീവായിട്ടുള്ള ഒരു ഭയങ്കര രസമായിട്ട് തന്നെ എല്ലാവരും അത് പുൾ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 2 പാട്ടുകൾ നമ്മൾ ഈ സിനിമയിൽ വന്നത് കണ്ടു. അതും അതിന്റെ ഒരു കമന്റ് സെക്ഷൻ നോക്കി തന്നെ അറിയാം. ഇപ്പൊ പാലേപ്പള്ളി എന്നൊക്കെയുള്ള ആ പാട്ട് കഴിഞ്ഞിട്ട് അത്ര ഓളം ഉണ്ടാക്കിയ ഒരു പാട്ട് പിന്നെ ഇപ്പോഴാണ് വരുന്നത്. വൈബ് ചെയ്യാൻ പറ്റിയൊരു പാട്ടാണ്, തിയേറ്റർ ഇളക്കി മറിക്കുന്ന പാട്ടാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ ഞാൻ നോക്കിയപ്പോ ഒരു 1.4 മില്യണോളം അതിന്റെ ഒരു വ്യൂസ് പോയിട്ടുണ്ട്. അപ്പൊ പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 2 1 മില്യൺ ആയി. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ഒരു പാട്ടായിട്ട് വല്ലതും ഉണ്ടോ? അതായത് പ്രണയം ഉള്ളൊരു പാട്ട് എന്തെങ്കിലും അതിലുണ്ടോ? മൂവിയുടെ സ്റ്റാർട്ടിലൊരു
ജസ്റ്റ് Just മോണ്ടാജസ് ചെറിയ ആയിട്ട് montage. ഞങ്ങൾക്കായിട്ടും ഇല്ല. ഇതില് സ്റ്റണ്ണുണ്ടെന്ന് നമുക്ക് ഓൾറെഡി മനസ്സിലായി. പ്രണയം എത്രത്തോളം വർക്ക് ആയിട്ടുണ്ട്? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ക്യാരക്ടർ കുറച്ച് സെൽഫിഷും കുറച്ച് എന്താ പറയാ ഒരു എത്ര നന്നാവില്ലാത്ത ഒരു തലതെറിച്ച അല്ലെങ്കിൽ ഒരു ഗ്രേ ഷെയ്ഡുള്ള ഒരു കഥാപാത്രമാണ്. അപ്പൊ ഇയാൾക്ക് ഈ പ്രണയം എന്ന് പറയുന്നത് അത്ര വലിയ അനക്കാര്യമല്ല. പക്ഷെ പ്രണയമുണ്ട്. അത് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ലൊക്കേഷനിൽ ഇങ്ങനെ തന്നെ ഭയങ്കര ഫണ്ണാണോ? നിങ്ങൾ മൂന്നുപേരും കോംബോ ഒക്കെ എനിക്ക് ഇപ്പൊ കൊച്ചിനെ പണ്ട് അറിയാം, ശല്യമായിരുന്നു. ഞങ്ങളുണ്ട് മറ്റേ ഒറ്റ സീറ്റുള്ള ബുള്ളറ്റിലൊക്കെ രണ്ടുപേരായിട്ടൊക്കെ ഇരുന്നു. രണ്ടുപേരും പണ്ട് എന്റെ ബുള്ളറ്റ് സിംഗിൾ സീറ്റ് ആയിരുന്നു. അതെന്താ സിംഗിൾ സീറ്റ് ആക്കി വെച്ചേക്കുന്നത്? മറ്റേ സാധനം അർജുൻ റെഡ്ഡി മോഡൽ അല്ല. റിലേഷൻഷിപ്പ് പൊളിഞ്ഞ് അല്ല. അർജുൻ റെഡ്ഡിയില് സിംഗിൾ സീറ്റ് അല്ലായിരുന്നു. അർജുൻ റെഡ്ഡിയിൽ അതിന് മുന്നത്തെ പടം ഏതാ? അതിന്റെ തെലുങ്ക് അർജുൻ റെഡ്ഡി തന്നെ അല്ലേ? അർജുൻ റെഡ്ഡി. അപ്പൊ അതിനകത്ത് സിംഗിൾ സീറ്റ് അല്ലായിരുന്നു. ആ സമയത്ത് ഞാൻ ബ്രേക്കപ്പ് ആയിരിക്കുമായിരുന്നു. അപ്പൊ എന്റെ 2 സീറ്റിൽ ഒരു സീറ്റ് ഞാൻ കളഞ്ഞെടുത്തു. അത് കഴിഞ്ഞിട്ട് അപ്പൊ ഞാൻ മറ്റേ താടിയെ കുളച്ച് തగ్గടിച്ച് മറ്റേ ആ രീതി നടക്കുമ്പോ ഈ പൊക്കച്ചിനെ കൂടെയൊക്കെയോ പോണായിരുന്നു. അപ്പൊ സിംഗിൾ സീറ്റ് ഞാൻ ടാങ്കിന്റെ വെളിയിൽ കയറി. ടാങ്കിന്റെ വെളിയിൽ കയറി ഇത്രയും മതിയല്ലോ, അവിടെ ഇരിക്കാനുള്ളത് മതിയല്ലോ. ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ കുറച്ചേരം എണീറ്റൊക്കെ നിങ്ങൾ പാട്ടൊക്കെ പാടിട്ടോ. നമ്മൾ ട്രിപ്പിൾ അടിച്ചിരുന്നില്ലേ ഒരു പ്രാവശ്യം? എവിടെ സിംഗിൾ സീറ്റിൽ ഞങ്ങൾ ട്രിപ്പിൾ വരെ അടിച്ചിരുന്നു. അതാരൊക്കെ? വേറെ ആളും വേണ്ട. നിങ്ങൾ അങ്ങനെ മറക്കാൻ പറ്റാത്തൊരു യാത്ര പോയത് എവിടെയാണ്? യാത്രയൊന്നുമല്ല, അല്ല ട്രിപ്പ് എന്ന് പറഞ്ഞാണ് ഈ എറണാകുളത്ത് തന്നെ പോകുന്നു. അതെനിക്ക് എവിടെയോ പോണായിരുന്നു. അപ്പൊ ഞങ്ങള് ഒരു എന്തിന്റെ ഡിസ്കഷന് വേണ്ടിട്ട് കാക്കനാട് തന്നെ വൈറ്റിലയിലേക്ക് എന്തോ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിട്ട് എവിടെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാൻ അങ്ങനെ പല പല ഡിസ്കഷൻസ്. ഇപ്പോ റീസെന്റ് ആയിട്ട് പ്രേമലു ഇറങ്ങി നിൽക്കുന്നു. എങ്ങനെയുണ്ട് റെസ്പോൺസസ് ഒക്കെ? നല്ല റെസ്പോൺസ് ആണ്. എല്ലായിടത്തുനിന്നും നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്. വിചാരിച്ചതിനേക്കാളും ആക്സെപ്റ്റൻസും കിട്ടുന്നുണ്ട്. ഇപ്പം എനിക്ക് ഹക്കീം ചേട്ടന്റെ കുറെ പടങ്ങൾ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ നായാട്ട് കുറെ പടങ്ങളിൽ എന്നാലും ആവശ്യത്തിനുണ്ട്. അപ്പൊ നായാട്ട്, അപ്പം ഈ കർസിയിലെ ബിരിയാണി അങ്ങനെയുള്ള പടങ്ങളൊക്കെ നോക്കുമ്പോഴത്തേന് കുറച്ച് വേറൊരു ക്യാരക്ടറാണ്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള പ്രണയവിലാസം, അർച്ചനാഥായിട്ട് നോട്ട് ഔട്ട്, അതിലൊക്കെ കുറച്ച് റൊമാൻറ്റിക് ഒക്കെ ആയിട്ടുള്ളൊരു ഹീറോയുടെ ഇത്. അപ്പോൾ ചേട്ടന് മുമ്പോട്ട് പോകുമ്പോഴത്തേന് എത്തരത്തിലുള്ളൊരു ക്യാരക്ടർ ചെയ്യാനാണ് ഇനി ആഗ്രഹം? ഞാൻ തീരുമാനിച്ചിട്ടൊരു കാര്യമില്ല. ഞാൻ തീരുമാനം എടുത്തിട്ടൊരു കാര്യമില്ലല്ലോ. വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യാനാണ് താല്പര്യം. പിന്നെ ബേസിക്കലി കഥ കേൾക്കുമ്പോൾ ഞാൻ ഈ സിനിമ കാണുമോ എന്ന് ഞാൻ ഫസ്റ്റ് ആലോചിക്കും. എനിക്ക് കാണാൻ താല്പര്യമുള്ളൊരു സിനിമയിൽ അഭിനയിക്കാനാണ് എനിക്ക് ആഗ്രഹം. വേണമെങ്കിൽ എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പോയി അഭിനയിക്കാം, പൈസ കിട്ടും. പക്ഷെ ആ ഒരു തൃപ്തി ഉണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പോരേണ്ടി വരും. അതിലൊരു കാര്യമില്ല. ചൂസി അല്ല, അത് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഒരു 100 എണ്ണം കേട്ടാൽ ചിലപ്പോൾ അതിനകത്ത് 3 or 4 എണ്ണം ആയിരിക്കും നല്ല ഉണ്ടാവുള്ളൂ. ഞാൻ പറഞ്ഞ അത്ര ലൈക്ക് സിനിമകൾ അത്ര ഇറങ്ങുന്നുണ്ട്. 270ഓളം സിനിമകൾ ഇവിടെ ഇറങ്ങി കഴിഞ്ഞ വർഷം. എത്ര സിനിമകൾ വിജയിച്ചു. നല്ല കണ്ടന്റും നല്ല കഥയും നല്ല പെർഫോമൻസ് ഒക്കെയാണ്. എല്ലാം ഒരുമിച്ച് വരികയും വേണം. അതായത് ഞാൻ ഭയങ്കരമായിട്ട് പെർഫോം ചെയ്തിട്ട് കാര്യമില്ല. പടം പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ആരും കാണില്ല, വെറുതെ എഫേർട്ട് ഇടുന്നതാണ്. അപ്പോൾ ഇത് മറ്റേ മെന്റലി ഭയങ്കര എക്സോസ്റ്റിംഗ് അല്ലേ അഭിനയിക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടും കാര്യമില്ല. അപ്പം എല്ലാം കൂടി ഒരുമിച്ച് ഉരുത്തിരിഞ്ഞൊരു പ്രോപ്പറായിട്ട് ഇതൊരു കൂട്ടമായിട്ടുള്ളൊരു പ്രവർത്തനമായതുകൊണ്ട് അങ്ങനെ വരണം. ഇപ്പം എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യമാണ്, പ്രണയവിലാസം കണ്ടപ്പോഴത്തേക്കിന് ആ ഒരു 2 ഷെയ്ഡാണ് നമ്മൾ 2 കാലഘട്ടം, ആ ഒരു ചെറുപ്പ കാലഘട്ടവും മുതിർന്ന കാലഘട്ടവും നമ്മൾ കാണുന്നുണ്ട്. ആ ഒരു മുതിർന്ന കാലഘട്ടത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ശരിക്കും ഞെട്ടുന്നത്. കാരണം നമ്മൾ എക്സ്പ്രഷൻ വൈസ് നമ്മളെ പല കാര്യങ്ങളും കൺവിൻസ് ചെയ്യിപ്പിക്കണം. എവിടെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മീറ്റർ മാറിപ്പോയാലും ശരിയാവില്ല. അപ്പം അവിടെയാണ് ഹക്കീം ഷാജഹാൻ എന്നൊരു അസാധ്യ നടന്റെ ഒരു എന്താ പറയുക, നമുക്ക് ആ ഒരു ആക്ടിങ് അതെ കണ്ണുകൊണ്ടുള്ള അല്ല നമുക്കത് മനസ്സിലാവുന്ന. കാരണം നമ്മൾ ആ ട്വിസ്റ്റ് പ്രതീക്ഷിക്കുന്നില്ല. അതെന്താണ് ഇങ്ങനെ നിൽക്കുന്നത്, ഇനി ആളല്ലേ എന്നൊക്കെ വിചാരിക്കുന്നിടത്ത് അവരൊറ്റ കണ്ണുകൊണ്ട് ബാക്കി ആ ഫുട്ബോളൊക്കെ തട്ടുന്നതെന്ന് വെച്ചാൽ നമുക്കത് മനസ്സിലാവും. അപ്പൊ അവിടെയാണ് ഹക്കീം ഷാ എന്ന ആക്ടറിന്റെ അസാധ്യ ഒരു നടന്ന കൂടെ അഭിനയിച്ച എല്ലാവർക്കും ഹക്കീമിനെ പറ്റി ഗംഭീര അഭിപ്രായം. ഹക്കീമിനെ ഞാൻ വെറുതെ ഹക്കീമിനെ ഞാൻ ഇരുത്തിക്കൊണ്ട് പറഞ്ഞില്ല. ഹക്കീമിന്റെ കൂടെ അഭിനയിക്കാനും എളുപ്പം. കാരണം നമുക്ക്
റിയാക്ഷൻസ് കിട്ടുന്ന, അല്ലെങ്കിൽ അത്രയും നമ്മുടെ കൂടെ എന്താ ഒരു ഗിവ് ആൻഡ് ടേക്ക് തന്നു നിൽക്കുന്ന ആക്ടറിന്റെ കൂടെ ചെയ്യാൻ നമുക്ക് ഭയങ്കര എളുപ്പമാണ്. അത് മാത്രമല്ല ഹക്കീമിനൂടെ വർക്ക് ചെയ്ത്, എനിക്ക് മനോരമ എന്നാണ് ഹക്കീമിനെ പരിചയം. അവിടെ ഹക്കീമിന്റെ കൂടെ വർക്ക് ചെയ്ത ഏതൊരു ഡയറക്ടർ എടുത്ത് ചോദിച്ചു കഴിഞ്ഞാലും ഹക്കീമിനെ പറ്റി നല്ല ഗംഭീര അഭിപ്രായമാണ്. ഈവൻ മേക്കപ്പ് ടീമിലുള്ളവർക്കും, അതായത് അത് അവിടെ നിന്ന് കാണുമ്പം ഹെയർ മേക്കപ്പ് ഒക്കെ നിന്ന് കാണുന്നവരായിരിക്കും, അവർക്ക് വരെ ഹക്കീമിന്റെ ഹക്കീം ക്യാരക്ടർ സ്റ്റഡി നടത്തുന്നൊക്കെ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്റെ അടുത്ത്. അങ്ങനെ ഞാൻ അറിയാതെന്നറിയോ, നമ്മുടെ മനോരമയിൽ 1-2 സീരീസ് ഉണ്ടല്ലോ, അതിനൊക്കെ വേണ്ടിയിട്ട് കുറെ വേറെ ക്യാരക്ടേഴ്സ് ഒക്കെ നീ ട്രൈ ചെയ്തല്ലോ. അപ്പൊ ആ സമയത്ത് ഹക്കീം ക്യാരക്ടർ സ്റ്റഡി നടത്തുന്നതൊക്കെ കാണണം, ഇരുപ്പൊക്കെ നീ പഠിച്ചിട്ടുണ്ട് എന്ന് എന്റെ അടുത്ത് ആര് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വെസ്റ്റ് ബംഗാൾ എന്തോ ബംഗാളി അതിനു വേണ്ടിട്ട് ഇരിക്കുന്ന സാധനം, അതൊക്കെ ഹക്കീമിന്റെ ക്യാരക്ടർ സ്റ്റഡി ഭയങ്കര അടിപൊളിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നോട്. അതെങ്ങനെയാ ചേട്ടാ ഇതിന്റെ ഒരു ജേർണി അല്ലെങ്കിൽ പ്രോസസ് എങ്ങനെയാണ് ഈ ഒരു ക്യാരക്ടർ അഡാപ്റ്റ് ചെയ്യുന്നതിന്റെ? ഒരു ക്യാരക്ടറിലേക്ക് വരുമ്പോ വലിയ ആൻസർ അതങ്ങനെ പറയാൻ പറ്റുമോ? ഇതൊരു ഫൺ ഇന്റർവ്യൂ അല്ലേ, അല്ല അങ്ങനെ വലിയ സ്റ്റഡി അങ്ങനെയല്ല. പക്ഷെ നമ്മുടെ തോട്ടിൽ എപ്പോഴും ഇങ്ങനെ ഒരു മൂലയിൽ എവിടെയെങ്കിലും ഇത് കാണുമല്ലോ. അപ്പൊ ഈ യാത്രയിൽ ഏതെങ്കിലും എപ്പോഴേലൊക്കെ ഓരോന്നോരോന്നൊക്കെ ഇട്ട് കളക്ട് ചെയ്തെടുത്ത് വെക്കുക ക്യാരക്ടറിന് വേണ്ടി. അങ്ങനെ തോന്നുന്നതാണ്, വെറുതെ പ്യൂർലി ക്രിയേറ്റീവായിട്ട് ചെയ്തു പോകുന്ന ഒരു പരിപാടിയാണ്. പിന്നെ അതിൻ്റെ ആ ഒരു സെൻസിബിലിറ്റി, അത് ഞാനൊരു അസിസ്റ്റന്റ് ഡയറക്ടർ ആയതുകൊണ്ട് ആ ഒരു സെൻസിബിലിറ്റി എനിക്ക് പെട്ടെന്ന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ആത്മവിശ്വാസമായിരിക്കാം ചിലപ്പോൾ. അപ്പോൾ അതിനു വേണ്ടി, ആ കഥാപാത്രത്തിന് വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യാം, ബോഡിക്ക് അങ്ങനെ ഒരു മാനറിസം കൊടുക്കാം എന്നൊക്കെ ആലോചിക്കും. പിന്നെ ഇതെല്ലാം ഉണ്ടെങ്കിലും പെർഫോമൻസിൻ്റെ അടുത്ത് എത്തുമ്പോൾ ഇതൊന്നും തലയിലിട്ടാൽ നടക്കൂല, പിന്നെ അങ്ങ് ചെയ്യാന്നുള്ളൂ. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് വേണ്ട സമയത്ത് നമുക്ക് എടുക്കുക. ബ്രെയിൻ കൊണ്ട് അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ പെർഫോമൻസ് ഓക്കെ ആവില്ല, അപ്പോൾ ഹാർട്ട് കൊണ്ട് അഭിനയിക്കേണ്ടി. ഹാർട്ട് കൊണ്ട് അഭിനയിക്കുമ്പോൾ ബ്രെയിൻ വർക്ക് ആവില്ല. അപ്പോൾ അത് വേണ്ടപ്പോൾ മാത്രം ഉപയോഗിക്കുക എന്നുള്ളൊരു പരിപാടിയാണ് അവിടെ ബേസിക്കലി നടക്കുക, സിമ്പിളായിട്ട് പറഞ്ഞാൽ. അല്ല, ബ്രെയിൻ ഒരുപാട് നേരം നമുക്ക് ടെൻഷനും എന്താ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ തലയിൽ കൂടെ പോകും. അത് അങ്ങനെയല്ല നോട്ട് അവിടെയല്ല, ഫോക്കസ് അവിടെയില്ല, അങ്ങനെ അയ്യോ ആർട്ടിസ്റ്റ് എന്ന് തോന്നി, അങ്ങനെ അതില്ലാതെ ഉള്ള മനസ്സിൽ നിന്ന് തന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെയാണ് ഞാൻ കാണുന്നൊരു വഴി, അതാണെന്നാണ് എൻ്റെ ഒരു തോന്നല്. അതിനെക്കുറിച്ച് ചോദിച്ചോളൂ പറഞ്ഞാൽ മീനാക്ഷി ഹാർട്ട് കൊണ്ടാണോ ബ്രെയിൻ കൊണ്ടാണോ അഭിനയിക്കുന്നത്? ഞാനോ പറയൂ. ഹക്കീം പറഞ്ഞപ്പോഴിപ്പോ ഹാർട്ട് കൊണ്ട് അല്ല, ഞാൻ ബേസിക്കലി ഞാൻ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ 4-5 വർഷത്തോളം ഞാൻ തിയേറ്റർ ആക്ടർ ആയിരുന്നു. അപ്പം ആക്ട് ലാബ് എന്നായിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര്. അപ്പൊ അവിടെയുള്ള പരിപാടികൾ ഇതൊക്കെ തന്നെയാണ്. ഇത് അങ്ങനെ ചെയ്താൽ അങ്ങനെ, ഇങ്ങനെ അതും വേറൊരാൾ ചെയ്താൽ അങ്ങനെ, ഒരു കഥാപാത്രം അല്ല ഒരു ഡയലോഗ് തന്നെ 5 കഥാപാത്രമായിട്ട് ചെയ്താൽ അങ്ങനെ. അപ്പൊ അതിന് അങ്ങനെ ചെയ്യുമ്പോൾ യൂഷ്വലി നമ്മുടെ തോട്ട് പ്രോസസ് അങ്ങനെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമല്ലോ, അങ്ങനെ ആയിപ്പോണത്. അത് അല്ലാതെ ലൈക് വേറെ പ്ലാൻ ചെയ്ത് ആ ഒരു പരിപാടി നല്ലത്. മീനാക്ഷി പറയൂ. ആൻസർ പറയാൻ സമയം തന്നെ, ആലോചിക്കാൻ സമയം. തോൽവി എഫ്സിക്ക് ഫുട്ബോളൊക്കെ അടിക്കാൻ പഠിച്ച ആളാ. ആര് പഠിച്ചു? ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല. അല്ല, ഞാൻ ആ ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാ കിട്ടിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ കൊണ്ട് ഇത്തിരി വെള്ളം ഒഴിച്ച്. അല്ല, ഞാൻ നോക്കുന്നത് എനിക്ക് ഈശോയെ ആ ക്യാരക്ടർ എങ്ങനെ എങ്ങനെയൊക്കെ ഞാൻ അഡാപ്റ്റ് ചെയ്യാൻ നോക്കും. എന്നിട്ട് അതെങ്ങനെ എന്റേതായിട്ടുള്ള ഇൻപുട്സ് എന്തെങ്കിലും ഞാൻ ഇട്ട് നോക്കും. ഇപ്പം കുറച്ച് പക്വതയുള്ള ക്യാരക്ടർ ആണെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഇന്ന സാധനങ്ങളൊക്കെ ചെയ്യാം. ഞാൻ ഈ പറഞ്ഞ പോലെ ഒബ്സർവ് ചെയ്യാറുണ്ട് കുറച്ച്. അപ്പം ഇന്ന ആളാണെങ്കിൽ അതെങ്ങനെ ആയിരിക്കും, അല്ലെ ഇന്ന സിറ്റുവേഷൻ ആണെങ്കിൽ അതെങ്ങനെ ആയിരിക്കും, അങ്ങനെ ചെയ്യുന്നത്. ഹാർട്ട് കൊണ്ട് ബ്രെയിൻ കൊണ്ട് അങ്ങനെ എനിക്കറിയത്തില്ല. ഞാൻ അങ്ങനെയാണ് കുറച്ചുകൂടെ ചെയ്യാറ്. സിറ്റുവേഷൻ എങ്ങനെ വരും അല്ല, മനസ്സിലായോ? ഒന്നും എനിക്ക് മനസ്സിലായി. സോന പറയൂ. സോന ഭയങ്കര ഇങ്ങനെ ചൂസി ആയിട്ടാണോ സിനിമ ചെയ്തത്? കാരണം ഇപ്പൊ 2ാമത്തെ സിനിമയാണ്, അതോ വേറെ എന്തെങ്കിലും പ്രൊഫഷൻ ഉണ്ടോ, എങ്ങനെയാണ്? ഇല്ല, ഞാൻ ചൂസ് ചെയ്യുന്നുണ്ടോ അല്ല, അങ്ങനെ ഇപ്പൊ ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തോളൂ, അപ്പൊ അങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റില്ല നമുക്ക്. പക്ഷെ സെലക്റ്റീവ് മാക്സിമം നല്ല നല്ല മൂവി ടീംസിന്റെ കൂടെ വർക്ക് ചെയ്യാൻ ട്രൈ ചെയ്യും. എന്താ ഹാർട്ടും കൊണ്ടാണോ? നിങ്ങൾ അത് പിടിക്കില്ലേ? ഞാൻ ഓളത്തിലങ്ങ് പഞ്ചിന് വേണ്ടി പറഞ്ഞു ഹാർട്ടും ബ്രെയിനും എനിക്ക് അറിഞ്ഞൂടാ. അല്ല, ഞാൻ
ഹാർട്ടിൽ നിന്നായിരിക്കും. ബിക്കോസ് എനിക്ക് ഇത്രയും ടെക്നിക്കലായിട്ട് ക്യാമറ ഇവിടെ വരുന്നു, ഇത് ക്ലോസ് അങ്ങനെയൊക്കെ ആലോചിച്ച് നമ്മൾ ഭയങ്കര മേ ബി ആർട്ടിഫിഷ്യൽ ആയി പോകും. ഇത് ക്ലോസ് അപ്പ് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം. ഇപ്പൊ ഞാൻ തുടങ്ങിയോണ്ട് ഞാൻ ജസ്റ്റ് എന്താണോ റിയാക്ഷൻ അത് അല്ലെങ്കിൽ എന്റെ മൈൻഡിൽ എങ്ങനെയാണോ ഈ ഒരു ക്യാരക്ടറിന് ഈ ഒരു സിറ്റുവേഷൻ പോവാണെങ്കിൽ ഫീൽ ചെയ്തത്. ഞാൻ അടുത്ത ബസൂക്കയുടെ വിശേഷങ്ങൾ പറയും. ബസൂക്കയിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ഇതെന്താണ് പാടെന്താണ്? ആ മീനാക്ഷി ഉണ്ടല്ലേ? ഞാൻ ചോദിക്കാം ഈ പറഞ്ഞ മലയാള സിനിമയ്ക്ക് ഇപ്പൊ മീനാക്ഷി ഒഴിച്ചുകൂടാൻ പറ്റില്ല എന്നുള്ളത്. അല്ല, എന്നോട് പറഞ്ഞിരുന്നു ഇതുപോലെ ഈ പാടിന്റെ കാര്യം. എന്ത് പറ്റിയതാണ് നമ്മുടെ പ്രേക്ഷകർ? ഞങ്ങൾക്ക് ഫുള്ള് കോമ്പിനേഷൻ സീനായിരുന്നു ബസൂക്കയില്. അപ്പൊ ഇതെന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു സ്റ്റണ്ട് സീക്വൻസ് ഉണ്ട്. അപ്പൊ അതിനകത്ത് ചെറിയൊരു ആക്സിഡന്റ് ആയി. അങ്ങനെ പറ്റിയ പാടാണിത്. അപ്പം എന്നാണ് നമ്മൾക്ക് പ്രേക്ഷകർ ഒരുപാട് പ്രതീക്ഷിക്കാത്ത ഒരു പടമാണ് ബസൂക്ക. ബസൂക്ക ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. ഷൂട്ട് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഇനിയൊരു 10 ദിവസം ഷൂട്ട് വേണം ബാക്കിയുണ്ട്. അപ്പോൾ അത് തീരാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുന്നു. പടം എപ്പോഴാണ് റിലീസ് എന്ന് അങ്ങനെയാണെന്ന് അറിയില്ല. പടം നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ മമ്മൂക്കാട് കൂടെ അഭിനയിക്കുക, അതാണ്. ഞങ്ങൾ ഈ കടകൻ ബ്രേക്ക് ചെയ്തിട്ടാണ് ഞാൻ ബസൂക്കിൽ അഭിനയിച്ചത്. കടകൻ ലാസ്റ്റ് ഒരു 4 days കൂടെ ബാക്കിയുണ്ടായിരുന്നു എനിക്ക് ഷൂട്ട്. അപ്പൊ ഞാൻ ബസൂക്കയിൽ ജോയിൻ ചെയ്യണം ഇപ്പൊ തന്നെ എന്നുള്ള രീതിയിൽ വന്നു. കാരണം അതും വേറൊരു ആർട്ടിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിരുന്ന പടമാണ്, ഇതും വേറൊരു ആർട്ടിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിരുന്ന പടമായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ അപ്പോൾ ഒരു പറഞ്ഞപ്പോൾ കാല് പിടിച്ചെനിക്ക്. അപ്പോൾ ഇവിടെ ആർക്കും വിടാൻ പറ്റില്ല. കാരണം ഒരു ആർട്ടിസ്റ്റിന് വേണ്ടി ഒരു 4-5 ദിവസം ഷെഡ്യൂൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ പിന്നെ റണ്ണിങ് പ്ലാറ്റ പരിപാടി കാര്യങ്ങളൊക്കെ ഒരുപാട് എക്സ്പെൻസ് കൂടിപ്പോകും. പക്ഷേ ഞാൻ പറഞ്ഞു ഇത് നമുക്ക് തന്നെയാണ് ഗുണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്തപ്പോഴത്തേക്കും ഓക്കെ ഡൺ. അങ്ങനെ ഞാൻ ബസൂക്ക വന്ന് ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇത് തീർത്തിട്ട് വീണ്ടും ബാക്കി കംപ്ലീറ്റ് ചെയ്തു. പിന്നെ അല്ല, അത് ഭയങ്കര വലിയ ഒരു ഭാഗ്യമല്ലേ മമ്മൂക്കാടെ കൂടെ ത്രൂ ഔട്ട്. ഏകദേശം ഞങ്ങൾ 15 ദിവസത്തോളം ഉണ്ടായിരുന്നല്ലേ, 15 ദിവസത്തോളം ത്രൂ ഔട്ട് അഭിനയിക്കേണ്ടി വന്നു. മീനാക്ഷി മാഡത്തിനിടയ്ക്ക് ഡേറ്റ് അല്ല അഭിനയിച്ചു. മീനാക്ഷി മാഡത്തിനിടയ്ക്ക് ഡേറ്റ് ഇല്ലാത്തതുകൊണ്ട് മാഡം പോയി. പക്ഷേ എന്താണ് ബസൂക്കിലെ ക്യാരക്ടർ? എന്താണ് ബസൂക്കിൽ ഞാൻ അതിനകത്ത് ചെറിയൊരു ഹക്കി ചെറുതാണ്. അല്ല സത്യമായിട്ട് ഞാൻ വലുതാണെങ്കിൽ ഞാൻ വലുത് ഇപ്പൊ ചുമ്മാ അറിയില്ല. ഞാൻ ഹക്കീമിന് ലൈക്ക് 16 days ത്രൂ ഔട്ട് പരിപാടി ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ചൊരു ബസ്സിലാണ് പോകുന്നത്. അപ്പൊ ഞാൻ ആ ബസ്സിൽ ഒരു യാത്രക്കാരി അതേ ഉള്ളൂന്ന് ഞാൻ എന്നിട്ട് കയ്യും കാലും കാണിക്കുന്നവിടെ അല്ലെ നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്തായാലും പരിസരത്തുണ്ട്. അപ്പൊ എന്തായാലും അടിപൊളി. അപ്പൊ ഇത് ഇത്രയും വിശേഷങ്ങളൊക്കെ അടിപൊളിയായിട്ട് വന്നു. അപ്പൊ നമ്മൾ March 1 കടകന്റെ റിലീസാണ്. അപ്പൊ മോതിരം കടകം പുലി കടകരൊക്കെ ആയിട്ട് നമ്മൾ തിയേറ്ററിലേക്ക് വരാൻ പോവുകയാണ്. അപ്പൊ എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ്. പടം അടിപൊളിയാവട്ടെ, തിയേറ്ററിൽ കുലുക്കി ഇളക്കട്ടി മറിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.